കാത്തിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ജൂൺ 12 വൈകിട്ട് 5 മണി വരെയാണ് നമുക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും മെറിറ്റ് സീറ്റായാലും മാനേജ്മെൻറ്റ് സീറ്റായാലും സ്പോർട്സ് കോട്ടയായാലും ഏത് രീതിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള കോളേജിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എല്ലാവിധ കുട്ടികളും നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്യണം, നിർബന്ധമാണ്. www.admission.usc.ac.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലാണ് നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. SC ST വിദ്യാർത്ഥികൾക്ക് 220 രൂപയും ബാക്കിയുള്ള മറ്റെല്ലാ വിദ്യാർത്ഥികൾക്കും 520 രൂപയാണ് നമുക്ക് ഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, അതിലെങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വെബ്സൈറ്റ് ആണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് കാണാം FYUGP 4 ഇയർ UG ഡിഗ്രി പ്രോഗ്രാം എന്നുള്ളതാണ്. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് 4 ടൈപ്പ് ഡിഗ്രി പ്രോഗ്രാമുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 3 ഇയർ ഡിഗ്രി പ്രോഗ്രാം ഉണ്ട്, 4 ഇയർ ഹോണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഉണ്ട്, 4 ഇയർ ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി പ്രോഗ്രാം ഉണ്ട്, BVOC ഡിഗ്രി പ്രോഗ്രാം. ഇത്തരത്തിലുള്ള 4 ടൈപ്പ് പ്രോഗ്രാമാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട മെയിനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് SSLC കയ്യിൽ കരുതുക, SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ +2 നമുക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും, മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, അതുപോലെ ഫോട്ടോ കയ്യിൽ ഉണ്ടാവണം, ആധാർ കാർഡും നിങ്ങൾ കയ്യിൽ കരുതുക. ഓക്കെ, നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സൈറ്റാണ് നമുക്ക് ഓപ്പൺ ആയി വരിക. ഈ സൈറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ FYUGP എന്ന് പറയുന്ന 2026-2027 എന്ന് പറയുന്ന നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ ആയി വരുന്ന പോർട്ടൽ ഇങ്ങനെയായിരിക്കും. ഇതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ, പ്രോസ്പെക്ടസ്, പ്രസ് റിലീസ്, പ്രോസ്പെക്ടസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം നമ്മൾ അപ്ലൈ നൗ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിട്ട് തുറന്നു വരിക. ഇതിൽ നമ്മൾ ലോഗിൻ അല്ല കൊടുക്കേണ്ടത്, നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ കാണുന്നുണ്ടല്ലോ, ഈ ന്യൂ രജിസ്ട്രേഷനിൽ സൈൻ അപ്പ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തുറന്നു വരുന്ന പോർട്ടൽ ഇങ്ങനെയായിരിക്കും. ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത് ഫസ്റ്റ് FYUG എന്ന് പറയുന്ന ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേര്, അതുപോലെ ഇമെയിൽ അഡ്രസ്സ്, അതൊക്കെ വാലിഡ് ആയിരിക്കണം. ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ മൊബൈൽ നമ്പർ. നമുക്കിത് OTP വരാനുണ്ട്, OTP കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കയ്യിലുള്ള മൊബൈൽ നമ്പർ നമ്മുടെ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണം. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലാണ് വരിക. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള SMS വരുന്ന ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം നമ്മളവിടെ കൊടുക്കേണ്ടത്. അത് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നു. അതുപോലെ നമുക്ക് നമ്മൾ PWD ആണോ OBC ആണോ ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ നമ്മളിതിൽ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ SPC, അതുപോലെ NSS, അതുപോലെ NCC പോലുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ ക്ലബ്ബുകൾ, നമ്മുടെ പല രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള നമുക്ക് പല ക്ലബ്ബുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനൊക്കെ നമുക്ക് എക്സ്ട്രാ മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിനായിട്ട് നമ്മൾ ഇത് അഡ്മിഷൻ കൊടുക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതൊക്കെ കോഴ്സ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ അത് ഏതൊക്കെ കോളേജിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കൃത്യമായുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. അത് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ നമ്മൾ പോകാം. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇന്ന കോഴ്സ് കൊടുക്കാം, പിന്നെ ചെയ്യാം എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. അതിന് നമ്മൾ ഇപ്പം തന്നെ എങ്ങനെ നമ്മളത് നോക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ആയി വരുന്ന നമ്മുടെ www.admission.usc.ac.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് നമ്മൾ തുറന്നു വരുമ്പോൾ നമ്മൾ നേരത്തെ മുകളിൽ നമുക്ക് കാണാം കോഴ്സസ് കാണാം, കോളേജസ് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് കോഴ്സാണ് വേണ്ടത് എന്ന് ഈ കോഴ്സസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പോർട്ടലാണ് തുറന്നു വരിക. നമുക്ക് ഏത് കോഴ്സാണോ വേണ്ടത് ആ കോഴ്സ് ഏതൊക്കെ കോളേജിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു പോർട്ടലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഏത് കോഴ്സാണ് നമുക്ക് വേണ്ടത്, അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് നോക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ താഴത്തോട്ട് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക്
ഇതിൽ നമുക്ക് ഒരുപാട് കോഴ്സുകൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കോഴ്സുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് അറബിക് ഏതെങ്കിലും ഒരു കോഴ്സ് ഞാൻ ഒന്ന് സെലക്ട് ചെയ്യും, കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് എക്കണോമിക്സ് ഓണേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സാണ് ഞാൻ. അപ്പോൾ വ്യൂ കോളേജസ് എന്ന് പറയുന്ന അവിടെ കാണാൻ ഏതൊക്കെ കോളേജിലാണ് അത് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ അത് ഉള്ള കോളേജുകൾ ഇവിടെ തുറന്നു വരും. ഉണ്ടോ, ഇവിടെയുള്ള കോളേജുകളാണ് ഇവിടെ നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കോളേജുകൾ അവൈലബിൾ ആണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണോ വേണ്ടത് ആ കോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കുക. അത് ഏതൊക്കെ കോളേജുകളിലാണുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഏതൊക്കെ കോഴ്സ് ഏതൊക്കെ കോളേജ് എന്നുള്ളതിന് പ്രിഫറൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ പോകാൻ. ഓക്കെ, ഇനി ചില കുട്ടികൾക്ക് നമ്മൾ അടുത്തുള്ള കോളേജുകളിലാണ് പഠിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഈ അഡ്മിഷൻ ഈ പോർട്ടൽ ഓപ്പൺ ചെയ്ത് വന്നാൽ ഇവിടെ കോളേജസ് ഉണ്ട്. ആ കോളേജസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോളേജുകളിൽ ഇത്തരത്തിലൊരു പോർട്ടൽ നമുക്ക് തുറന്നു വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണോ കോളേജ്, നമ്മുടെ അടുത്തുള്ള കോളേജ് ഏതാണോ, ഈ ഒരു പോർട്ടലിൽ നമുക്ക് നോക്കിയാൽ ഒരുപാട് കോളേജ് കാണാം. നമ്മുടെ അടുത്തുള്ള കോളേജ് ഏതാണോ നമ്മളത് ഇവിടെ എന്ത് ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്നു. അങ്ങനെ സെർച്ച് ചെയ്യും. എൻ്റെ അടുത്തുള്ള കോളേജാണ് അസബാഹ് കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അസബാഹ് കോളേജ് എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ വന്ന അസബാഹ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വളയംകുളം. അപ്പോൾ അവിടെ വ്യൂ പ്രോഗ്രാം ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, വ്യൂ പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഏതാണോ കോളേജ് വേണ്ടത് അല്ലെങ്കിൽ ഏതാണോ കോഴ്സ് വേണ്ടത് അത് ഏതൊക്കെ കോളേജ് ഉള്ളതെന്ന് നോക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് അടുത്തുള്ള കോളേജ് ഏതാണോ ആ കോളേജിൽ ഏതൊക്കെ കോഴ്സ് ഉള്ളതെന്ന് നമുക്ക് ഇവിടുന്ന് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുക. അവിടെ എത്ര സീറ്റ് ഉണ്ട് എന്നവരെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കൃത്യമായിട്ടുള്ള ധാരണ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ പോകാൻ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇത് കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും, കിട്ടും. നമ്മുടെ പ്രിൻ്റ് ഔട്ട് ലാസ്റ്റ് വരുന്ന പ്രിൻ്റ് ഔട്ട് നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുക. അതുപോലെ അലോട്ട്മെൻറ്റുകൾ, ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അങ്ങനെ അലോട്ട്മെൻറ്റുകൾ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോഴൊക്കെ നമ്മൾ പ്രിൻ്റ് ഔട്ട് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പ്രിൻ്റ് ഔട്ട് കൃത്യമായിട്ട് നമ്മൾ കയ്യിൽ ഉണ്ടാവണമെന്നും കൂടെ അറിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ.